പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫിംഗർ ക്യാപ്പും കത്തിയൊക്കെ ഞാൻ അടുക്കളയിൽ എവിടെയെങ്കിലും കൊണ്ടുവച്ച് തേടി നടക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മോൻ ഉണ്ടാക്കി തന്ന ചെറിയൊരു ബോക്സ് ഫിംഗർ ക്യാപ്പ് ഇട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പോഴാണ് ഞാൻ വിചാരിച്ചത് എന്നാൽ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് ഇങ്ങനെ ഒരെണ്ണം ചെയ്താലോ എന്ന്. അന്നേരം ഇതിന് വേണ്ടിയിട്ട് ഞാൻ 2 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ചെറുതും ഒരെണ്ണം വലുതും എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടി ഒന്ന് എനേബിൾ ചെയ്യണേ. അപ്പോൾ ഈ ബോട്ടിൽ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. ഈ ചെറിയ ബോട്ടിലിൻ്റെ മാക്സിമം നീളത്തിൽ കിട്ടണ പോലെ കട്ട് ചെയ്തെടുക്കണം. വലിയ ബോട്ടിൽ നമ്മളൊരു 1.5 ഇഞ്ച് 2 ഇഞ്ച് ആ ഒരു ഹൈറ്റിൽ കട്ട് ചെയ്തെടുത്താൽ മതി. പിന്നെ അറ്റൊന്ന് ചൂടാക്കി കൊടുക്കാം, എന്തെങ്കിലും നാരൊക്കെ നീണ്ടു നിൽപ്പുണ്ടേ പോകാൻ വേണ്ടിയിട്ട് മാത്രം. ഇനി ഞാനിത് സിലിക്കോണിൻ്റെ പേസ്റ്റ് വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഇതാകുമ്പോൾ ഇടയ്ക്കൊന്ന് വാഷ് ചെയ്യണമെങ്കിൽ ചെയ്യാമല്ലോ. അപ്പോൾ സിലിക്കോണിൻ്റെ പേസ്റ്റ് ആകുമ്പം കഴുകിയാലൊന്നും പൊളിഞ്ഞു പോകില്ലല്ലോ. ഇല്ലെങ്കിൽ ഫെവിക്വിക്കോ ഗ്ലൂ ഗണ്ണോ അതെന്തെങ്കിലും വെച്ച് ഒട്ടിച്ചെടുത്താലും മതി. പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ ബോട്ടിലായതുകൊണ്ട് മറിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ സ്റ്റാൻഡും കൂടി വെക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൽ എന്തെങ്കിലുമൊക്കെ ഡെക്കറേഷനൊക്കെ ചെയ്യുക, ഒട്ടിക്കുകയോ കളർ അടിക്കുകയോ ഒക്കെ ചെയ്യുക. ഞാനിപ്പം ഇതിലൊന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ തന്നെ വെക്കാനാണ് പോണത്. അപ്പോൾ ക്ലീൻ ആക്കുമ്പോഴൊക്കെ കളറൊക്കെ വെച്ച് അടിക്കുമ്പോൾ ചിലപ്പം കഴുകുമ്പോഴൊക്കെ അതൊക്കെ പൊളിഞ്ഞു പോകുമല്ലോ. അതുകൊണ്ട് ഞാനിതിങ്ങനെ തന്നെയാണ് വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ. Thanks for watching.